ഫൈലോജനറ്റിക് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് 5 സ്റ്റെപ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സ്റ്റെപ്സ് ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് ഭാഷ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുള്ളത് SMS CPT ആർട്ട് എന്നാണ്. SMS CPT ആർട്ട്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് മോളിക്കുലാർ മാർക്കർ, ഒന്നാമത്തെ സ്റ്റെപ്പ്. ഫൈലോജനറ്റിക് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് മോളിക്കുലാർ മാർക്കർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ്. മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് സെലക്ഷൻ ഓഫ് എ മോഡൽ ഓഫ് എവല്യൂഷൻ. സെലക്ഷൻ ഓഫ് എ മോഡൽ ഓഫ് എവല്യൂഷൻ. സെലക്ഷൻ ഓഫ് എ മോഡൽ ഓഫ് എവല്യൂഷൻ. നാലാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് CPT, കൺസ്ട്രക്ഷൻ ഓഫ് ഫൈലോജനറ്റിക് ട്രീ. കൺസ്ട്രക്ഷൻ ഓഫ് ഫൈലോജനറ്റിക് ട്രീ. അടുത്തത് അസസ്മെൻറ്റ് ഓഫ് ദ റിലയബിലിറ്റി ഓഫ് ദ ട്രീ. അസസ്മെൻറ്റ് ഓഫ് ദ റിലയബിലിറ്റി ഓഫ് ദ ട്രീ. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കോഡ് ഭാഷ ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് മോളിക്കുലാർ മാർക്കർ. അതായത് ഈ ഒരു ഫൈലോജനറ്റിക് ട്രീ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോളിക്കുലാർ മാർക്കർ നമ്മൾ സെലക്ട് ചെയ്യണം. ഈ മോളിക്കുലാർ മാർക്കർ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സീക്വൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡിയുടെ പർപ്പസിൻ്റെയും ബേസിലായിരിക്കും. നമ്മൾ എന്തിനു വേണ്ടിയാണ് സ്റ്റഡി ചെയ്യുന്നത്, അതേപോലെ തന്നെ സീക്വൻസിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണോ അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ മോളിക്കുലാർ മാർക്കർ യൂസ് ചെയ്യുന്നത്. 2 എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ന്യൂക്ലിയോടൈഡും പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസും ആണ്. അതായത് സെലക്ഷൻ ഓഫ് എ മോളിക്കുലാർ മാർക്കർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സീക്വൻസ് ആൻഡ് ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി. എയ്തർ ന്യൂക്ലിയോടൈഡ് ഓർ പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റ ക്യാൻ ബി യൂസ്ഡ്. അതായത് സീക്വൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ പർപ്പസ് ഓഫ് സ്റ്റഡിയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോളിക്കുലാർ മാർക്കർ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 എക്സാമ്പിൾസ് മോളിക്കുലാർ മാർക്കറിന് 2 എക്സാമ്പിൾസ് ന്യൂക്ലിയോടൈഡും പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസും ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻ്റ് ആണ്. മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ്. ഇവിടെ നമ്മൾ സീക്വൻസ് അലൈൻമെൻറ്റ് നടത്തുന്നത് പ്രോഗ്രാംസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ലൈക്ക് T, കോഫി, G-BLOCKS. T എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് പ്രോഗ്രാംസ് ആണ്. അലൈൻമെൻറ്റ് പ്രോഗ്രാംസ്. ഈ പ്രോഗ്രാംസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ സീക്വൻസിനെ അനലൈസ് ചെയ്തിട്ട് പുവർലി അലൈൻഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഡൈവേർജൻ്റ് ആയിട്ടുള്ള റീജിയൻസും ഓട്ടോമാറ്റിക്കലി അവർ എലിമിനേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അലൈൻമെൻറ്റ് പ്രോഗ്രാംസ് ലൈക്ക് T, coffee can be used. G-BLOCKS also. Alignment programs like T, coffee and G-BLOCKS can be used. These eliminate poorly aligned positions and divergent regions. അത് നമ്മൾ ഈ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ 2 എക്സാമ്പിൾസ് T, കോഫിയും G-BLOCKS ആണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് എ മോഡൽ ഓഫ് എവല്യൂഷൻ ആണ്. ഇതാണ് ഈ കൺസ്ട്രക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് എ മോഡൽ ഓഫ് എവല്യൂഷൻ. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീക്വൻസിൻ്റെ ആ ഒരു ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയോടൈഡ്സ് എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയോടൈഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനും അതേപോലെ ഡൈവേർജൻസും, ആ സീക്വൻസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനും ഡൈവേർജൻസും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഫൈലോജനറ്റിക് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അതായത്
മോഡൽസ് വെച്ചിട്ട് നമ്മൾ സീക്വൻസിനെ അസസ് ചെയ്യും. അവരുടെ സബ്സ്റ്റിറ്റ്യൂഷനും ഡൈവേർജൻസും ഒക്കെ എങ്ങനെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫൈലോജനറ്റിക് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ സെലക്ഷൻ ഓഫ് എ മോഡൽ ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 2 മോഡൽസ് കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയോടൈഡ് അനലൈസ് ചെയ്യാനുള്ള 2 മോഡൽസും അമിനോ ആസിഡ്സ് അനലൈസ് ചെയ്യാനുള്ള 2 മോഡൽസും. ഒന്നാമത്തേത് പറയുകയാണെങ്കിൽ ജൂക്സ് കാൻഡർ അഥവാ JC മോഡൽ എന്ന് പറയും. രണ്ടാമത്തേത് കൈമറാസ് 2 പാരാമീറ്റർ മോഡലാണ്. ഇത് രണ്ടുമാണ് ന്യൂക്ലിയോടൈഡിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോഡൽസ് എന്ന് പറഞ്ഞാൽ. അടുത്തത് അമിനോ ആസിഡ് സീക്വൻസിന് വേണ്ടിയിട്ടുള്ള 2 മോഡൽസ് ആണ്. യൂസ് ചെയ്യുന്ന 2 മോഡൽസ് ആണ് ഡെയ്ഹോഫ് മോഡൽ, അതായത് PAM എന്ന് നമ്മൾ എഴുതും, പോയിന്റഡ് അക്സെപ്റ്റഡ് മ്യൂട്ടേഷൻ. അതുപോലെ തന്നെ ജോൺസ് ടൈലർ തോൺടോൺ മോഡൽ JTT മോഡൽ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് അമിനോ ആസിഡ്സിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല അവർ ആ സീക്വൻസിന് യൂസ് ചെയ്യുന്ന മോഡൽസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഫൈലോജനറ്റിക് ട്രീ. 2 മെത്തേഡ്സിലൂടെയാണ് ഈ ഫൈലോജനറ്റിക് ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഡിസ്റ്റൻസ് ബേസ്ഡ് കൺസ്ട്രക്ഷനും രണ്ടാമത്തേത് ക്യാരക്ടർ ബേസ്ഡ് കൺസ്ട്രക്ഷനും. ഡിസ്റ്റൻസ് ബേസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി അതിലെ ഡിസിമിലാരിറ്റീസ്, സീക്വൻസ് തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ് എത്ര ഉണ്ടെന്ന് നമ്മൾ നമ്പേഴ്സിലേക്ക് മാറ്റും. എന്നിട്ട് ആ നമ്പേഴ്സ് കൂടുതലാണെങ്കിൽ അവരെ ദൂരത്തായിട്ട് ലോങ് ആയിട്ട് ആണ് പ്ലേസ് ചെയ്യുന്നത്. നമ്പേഴ്സ് കുറവാണെങ്കിൽ അവരെ അടുത്തടുത്താണ് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ 2 പേന എടുക്കുകയാണെങ്കിൽ ഈ പേനകൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ബ്ലാക്ക് ആണ്, ഇതിപ്പോൾ റെഡ് ആണ്, അത് ഒരു ഡിഫറൻസ്. പിന്നെ ഉള്ളത് ഇത് കാണാൻ ആഷ് കളറാണ്, ഇത് കാണാൻ റെഡ് കളറാണ്, അത് രണ്ടാമത്തെ ഡിഫറൻസ്. അങ്ങനെ ഇവർ തമ്മിൽ ഇപ്പം നമുക്ക് 2 ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതേപോലെ ഇങ്ങനെ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ നമ്പേഴ്സിലേക്ക് മാറ്റും. ആ നമ്പറിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ആ സീക്വൻസിനെ നമ്മൾ ആ ട്രീയുടെ ദൂരത്തായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. നമ്പേഴ്സ് കുറവാണെങ്കിൽ അവർ തമ്മിൽ സിമിലാരിറ്റീസ് കൂടുതലാണെന്നാണല്ലോ അതിനർത്ഥം. അപ്പോൾ അവർ നമ്മൾ ഒരു ഏകദേശം അടുത്തായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഡിസ്റ്റൻസ് ബേസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിമിലാരിറ്റി ബിറ്റ്വീൻ സീക്വൻസ് ആണ് നോക്കുന്നത്. ക്യാരക്ടർ ബേസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ സീക്വൻസ് ആയിരിക്കും അനലൈസ് ചെയ്യുന്നത്. അടുത്തത് ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഈ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ഫൈലോജനറ്റിക് ട്രീയിൽ ഡിസ്റ്റൻസ് ബേസ്ഡ് കൺസ്ട്രക്ഷനിലും അതേപോലെ ക്യാരക്ടർ ബേസ്ഡ് കൺസ്ട്രക്ഷനിലും കുറച്ചുകൂടെ നമുക്ക് നോക്കാനുണ്ട്. ആ ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ പറഞ്ഞിട്ട് അത് നോക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ഓഫ് ദ റിലയബിലിറ്റി ഓഫ് ദ ട്രീ. ഈ ട്രീയുടെ റിലയബിലിറ്റി അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു DNA സീക്വൻസ്, ഇതൊരു DNA സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒരേ പൊസിഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്യും. അതായത് ഫൈലോജനറ്റിക് ട്രീയുടെ റിലയബിലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ബൂട്ട് സ്ട്രാപ്പിങ്ങിൽ നമ്മൾ ഒരു സാമ്പിള് വീണ്ടും റീസാമ്പിൾ ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യും. അത്തരം ഒരു മെത്തേഡാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. അത് അത്രയും ഓർത്ത് വെക്കുക. ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇതൊരു DNA സീക്വൻസ് ആണെന്ന് ഓർക്കുക. DNA സീക്വൻസ് അതിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി എടുത്തെന്ന് വിചാരിക്കുക. വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗത്തെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടുള്ള പോർഷൻ സെലക്ട് ചെയ്തിട്ട് അസസ് ചെയ്യും. വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ ഒരുപാട് തവണ റീസാമ്പിളിങ് ചെയ്തിട്ടാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക.
ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് വാല്യൂ 90 to 90 മേലെയാണെങ്കിൽ, അതായത് ബൂട്ട് സ്ട്രാപ്പിംഗ് വാല്യൂ കൂടുന്നതനുസരിച്ച് ആ ഫൈലോജനറ്റിക് ട്രീയുടെ റിലയബിലിറ്റി കൂടും. ഈ വാല്യൂ കുറയുന്നതനുസരിച്ചിട്ട് ഫൈലോജനറ്റിക് ട്രീയുടെ റിലയബിലിറ്റി കുറയും. ഓക്കെ, നമ്മളപ്പോൾ ഫൈലോജനറ്റിക് ട്രീ കൺസ്ട്രക്ഷൻ്റെ സ്റ്റെപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിൽ കൺസ്ട്രക്ഷൻ ഓഫ് ഫൈലോജനറ്റിക് ട്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 2 മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റൻസ് ബേസ്ഡ് കൺസ്ട്രക്ഷനും ക്യാരക്ടർ ബേസ്ഡ് കൺസ്ട്രക്ഷനും. ഡിസ്റ്റൻസ് ബേസിൽ ഡിസിമിലാരിറ്റീസ് ആണ് നോക്കുന്നത്, ക്യാരക്ടർ ബേസിൽ മോളിക്കുലാർ സീക്വൻസ് ആണ് നോക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ബേസ്ഡ് കൺസ്ട്രക്ഷനിൽ തന്നെ 2 മെത്തേഡ്സ് കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. UPGMA ഒന്നാമത്തെ മെത്തേഡ് UPGMA. 2ാമത്തെ മെത്തേഡാണ് NJ അല്ലെങ്കിൽ നൈബർ ജോയിനിങ് അല്ലെങ്കിൽ NJ എന്ന് പറയും. നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ഫൈലോജനറ്റിക് ട്രീയുടെ 2 കൺസ്ട്രക്ഷൻ മെത്തേഡിൽ ഒന്നാമത്തെ ഡിസ്റ്റൻസ് ബേസ്ഡ് കൺസ്ട്രക്ഷൻ, അതിനകത്തുള്ള ഒരു മെത്തേഡാണ് നമ്മൾ നോക്കുന്നത് UPGMA, അൺവെയ്റ്റഡ് പെയർ ഗ്രൂപ്പ് മെത്തേഡ് വിത്ത് അരിത്തമെറ്റിക് മീൻ. അതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബേസ്ഡ് കൺസ്ട്രക്ഷൻ ആണ്. ഡിസ്റ്റൻസ് ബേസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസിമിലാരിറ്റീസ് ആണ് നോക്കുന്നത്. ഡിസിമിലാരിറ്റീസിന് നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയുണ്ടോ നമ്പേഴ്സിൻ്റെ ബേസിലാണ് നമ്മൾ അതിനെ ഗ്രൂപ്പാക്കി മാറ്റുന്നത്. സെയിം ഹിയർ UPGMA മെത്തേഡിൽ നമ്മൾ അതിൻ്റെ ആ ഓർഗാനിസത്തിൻ്റെ ഡിസിമിലാരിറ്റീസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിമിലാരിറ്റീസിനെ ഒരു ടേബിളാക്കി മാറ്റും. ഇത് കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ടേബിളിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് മെട്രിക്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും സ്മോൾ ഡിഫറൻസ് ഉള്ള ഓർഗാനിസത്തിനെ എടുക്കും. സ്മോൾ ഡിഫറൻസ് ഉള്ള ഓർഗാനിസത്തിനെ എടുത്തിട്ട് അവരെ ഒരു സിംഗിൾ പെയർ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യും. അവരെ ഒരു സിംഗിൾ പെയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് പെയർ ഏറ്റവും കുറവ് ഡിസിമിലാരിറ്റീസ് ഉള്ളവരെ നമ്മൾ ഫസ്റ്റ് പെയർ ആയിട്ട് അവരെ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു നോഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ ഫസ്റ്റ് പെയറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ പുതിയൊരു മെട്രിക്സ് ഉണ്ടാക്കും. ബാക്കിയുള്ള ഓർഗാനിസത്തിൻ്റെ ഡിഫറൻസ് ഒക്കെ കണ്ടിട്ട് അവരുടെ അരിത്തമെറ്റിക് മീൻ കണ്ടിട്ട് പുതിയൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും. ആ മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളവരെ നമ്മൾ ഇവരിൽ നിന്നും ഇങ്ങനെ അടുത്തേക്കാണോ ദൂരേക്കാണോ പ്ലേസ് ചെയ്യുന്നത് നോക്കിയിട്ട് അങ്ങനെ പ്ലേസ് ചെയ്യുന്നത്. ഫൈലോജനറ്റിക് ട്രീ കംപ്ലീറ്റ് ചെയ്യുന്നത്. UPGMAയുടെ കേസിൽ വരുന്നത് റൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ ആണ്. റൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ അതായത് എല്ലാ ഓർഗാനിസവും എല്ലാ ടാക്സിൻ്റെയും എവല്യൂഷണറി റേറ്റ് സെയിം ആണെന്നാണ് UPGMA, അക്കോർഡിംഗ് ടു UPGMA. അടുത്ത ഡിസ്റ്റൻസ് ബേസ്ഡ് കൺസ്ട്രക്ഷനകത്ത് വരുന്നതാണ് NJ അല്ലെങ്കിൽ നെയ്ബർ ജോയിനിങ് എന്ന് പറയുന്നത്. നെയ്ബർ ജോയിനിങ്ങും ഇതേപോലെ ഡിസ്റ്റൻസ് മെട്രിക്സ് വെച്ചിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UPGMAയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ എവല്യൂഷണറി റേറ്റ് എല്ലാ ടാക്സിയുടെയും എവല്യൂഷണറി റേറ്റ് സെയിം ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് കോമൺ ആൻസസ്ട്രിയിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. പക്ഷേ NJയിൽ വരുന്ന സമയത്ത് ഇവർ അങ്ങനെ അസ്യൂം ചെയ്യുന്നില്ല. അതായത് എവല്യൂഷണറി റേറ്റ് സെയിം ആണെന്ന് ഇവർ പറയുന്നില്ല. അതാണ് നെയ്ബർ ജോയിനിങ്ങിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇവിടെ അൺറൂട്ടഡ് ട്രീ ആണ് ഈ നെയ്ബർ ജോയിനിങ്ങിൻ്റെ കേസിൽ വരുന്നത്. നെയ്ബർ ജോയിനിങ്ങിൽ അൺറൂട്ടഡ് ട്രീയും UPGMAയിൽ റൂട്ടഡ് ട്രീയും ആണ് വരുന്നത്. അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് ക്യാരക്ടർ ബേസ്ഡ് മെത്തേഡ്. ക്യാരക്ടർ ബേസ്ഡ് മെത്തേഡാണ് മോർ ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ഇതിൽ എല്ലാ പോസിബിൾ ചേഞ്ചസും അനലൈസ് ചെയ്തിട്ടാണ് ഫൈലോജനറ്റിക് ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്.
ഈ ക്യാരക്ടർ ബേസ്ഡ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു മോളിക്കുലാർ സീക്വൻസ് ആണ് അനലൈസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മോളിക്കുലാർ സീക്വൻസിലെ എവരി പോസിബിൾ ചേഞ്ച് അനലൈസ് ചെയ്തിട്ടാണ് ഫൈലോജനറ്റിക് ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാരക്ടർ ബേസ്ഡ് കൺസ്ട്രക്ഷനകത്ത് 2 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മാക്സിമം പാർസിമണിയും മാക്സിമം പാർസിമണി MP എന്ന് പറയും. രണ്ടാമത്തത് മാക്സിമം ലൈക്ലിഹുഡ് ML. അതും നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. മാക്സിമം പാർസിമോണി മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലീസ്റ്റ് നമ്പർ ഓഫ് സീക്വൻസ് ഉണ്ടാകുമ്പോഴാണ്. സീക്വൻസിൻ്റെ നമ്പർ കുറവാകുമ്പോഴാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് ക്യാരക്ടർ ബേസ്ഡ് മെത്തേഡ് നമ്മൾ പറഞ്ഞല്ലോ, മോളിക്കുലാർ സീക്വൻസ് അനലൈസ് ചെയ്യുന്നുണ്ട്. മോളിക്കുലാർ സീക്വൻസിലുണ്ടാകുന്ന ഡിഫറൻസ് അനലൈസ് ചെയ്തിട്ടാണ് ക്യാരക്ടർ ബേസ്ഡ് കൺസ്ട്രക്ഷനിൽ ഫൈലോജനറ്റിക് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ 2 സ്ഥലത്തും പറയാനുള്ളത്. മാക്സിമം പാർസിമോണിയിലും മാക്സിമം ലൈക്ലിഹുഡിലും നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ മാക്സിമം പാർസിമോണി യൂസ് ചെയ്യുന്നത് ലീസ്റ്റ് നമ്പർ ഓഫ് സീക്വൻസിൻ്റെ കേസിലാണ്. അടുത്തത് മാക്സിമം ലൈക്ലിഹുഡ്. മാക്സിമം ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ദാറ്റ് യൂസസ് probabilistic models to identify the most appropriate tree that has the maximum probability of generating the observed data. മാക്സിമം ലൈക്ലിഹുഡിൽ നമ്മൾ പ്രൊബബിലിസ്റ്റിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ട്രീ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഫൈലോജനറ്റിക് ട്രീ കൂടെ നോക്കാനുണ്ട്. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.